നിങ്ങളുടെ സഭയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വിവിധ വിഷയങ്ങളും ഓർത്ത് എല്ലാം ഇങ്ങനെ ഒരു ഡിലേ ആയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലാണ്. ദൈവത്തിൻ്റെ കൃത്യസമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം. അതേ, ഞാൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അതേ, അവളോട് കരുണ കാണിക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് അവരവർ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കണം എന്നുള്ളത്. എന്നാൽ ദൈവവിശ്വാസികളായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവൻ്റെ സമയത്ത് നടക്കണം എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ കൃത്യമായ സമയത്ത് കാര്യങ്ങൾ സാധ്യമാകണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ബൈബിളും നമ്മളെ പഠിപ്പിക്കുന്നത്. 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. ആ സമയം നമ്മുടെ സമയമല്ല, അത് ദൈവത്തിൻ്റെ കൃത്യമായ സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്താൽ ഇങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ടൈമുണ്ട്. നിങ്ങളുടെ വിടുതലിനായി, നിങ്ങളുടെ സൗഖ്യത്തിനായി, നിങ്ങളുടെ വിവാഹം നടക്കേണ്ടതിനായി, നിങ്ങൾക്ക് ആ ജോലി ലഭിക്കേണ്ടതിനായി, നിങ്ങൾക്ക് ആ നന്മ ഉണ്ടാകേണ്ടതിനായി, നിങ്ങളെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തേണ്ടതിനായി, ദൈവത്തിന് നിങ്ങളെ മാനിക്കേണ്ടതിനായി, ദൈവം നിങ്ങളെ ആരോഗ്യമുള്ളൊരു വ്യക്തിയായി എഴുന്നേൽപ്പിച്ച് നിർത്തേണ്ടതിനായിട്ടൊക്കെ ദൈവത്താൽ ഇങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ടൈമുണ്ട്. ബൈബിളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സങ്കീർത്തനം 102-ന്റെ 13-ാമത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം, അതെ, അതിനുള്ള സമയം വന്നിരിക്കുന്നു. അപ്പോൾ സിയോനോട് എഴുന്നേറ്റ് ദൈവത്തിന് കൃപ കാണിക്കുവാൻ, അവിടെ കൃപ എന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്നത് ഫോർ ദ ടൈം ടു ഫേവർ എന്നുള്ള വാക്കാണ്. ദൈവത്തിൻ്റെ ആ ഫേവർ നമ്മളിൽ വെളിപ്പെടുവാൻ, അടുത്ത ആ വേർഡിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ദ സെറ്റ് ടൈം, ദൈവത്താൽ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ അനുകൂലത, ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയാകും. അതിനെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും ഒരു ശക്തികൾക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. കാരണം ദൈവത്തിൻ്റെ ടൈമിംഗ് വളരെ പെർഫെക്റ്റ് ആണ്. യോഹന്നാൻ 5:4 നമ്മൾ കാണുന്നുണ്ട്, അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും, ആദ്യം ഇറങ്ങുന്ന രോഗി സൗഖ്യമായി തീരും. ഒത്തിരി രോഗികൾ ആ കുളക്കരയിൽ കിടപ്പുണ്ട്. ആ രോഗികളുടെ ആരുടെയും സമയത്തല്ല ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുന്നത്. അവരെ സുഖമാക്കുവാൻ, അതിലെ ചില രോഗികൾക്ക് സൗഖ്യമുണ്ടാകുവാൻ ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കുന്നു, ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ യേശു കർത്താവ് മറിയത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, സ്ത്രീ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ എൻ്റെ ആ സമയം ഇതുവരെ വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രവർത്തിക്കുവാനൊരു സമയമുണ്ട്. പിശാചിന് അടയ്ക്കുവാനൊരു സമയമുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന് തുറക്കുവാനൊരു സമയമുണ്ട്. ശത്രുവിന് നിങ്ങളെ നിന്ദിക്കുവാൻ, തകർക്കുവാനൊരു സമയമുണ്ടെങ്കിൽ നീ നിന്ദിക്കപ്പെട്ടെടുത്ത് ദൈവത്തിന് നിന്നെ മാനിച്ചുയർത്തുവാൻ ഒരു സമയമുണ്ട്. എവിടെയാണോ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ സമയം കഴിഞ്ഞുപോയി, കാലം കഴിഞ്ഞുപോയി, ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, ആ സമയങ്ങളെ, ആ കാലങ്ങളെ, ആ മാസങ്ങളെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്മത്സരങ്ങൾ കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, മാനിക്കുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അബ്രഹാമും ഇസഹാക്കും എത്തി. അവർ ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിൻ്റെ മേൽ വിറകിൻ്റെ മീതെ കിടത്തി. അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. എന്നാൽ ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഇസഹാക്കുമായി അബ്രഹാം പുറപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കരുതലുകൾ അബ്രഹാമിൽ വെളിപ്പെടുന്നത് കാണാൻ കഴിയുന്നില്ല.
ആ മോറിയ മല മുഴുവൻ ചവിട്ടിക്കേറി കല്ലുകൾ പെറുക്കുമ്പോഴും അവിടെ മുൾപ്പടർപ്പിനകത്ത് കുരുക്കിയിട്ട ആട്ടുകൊറ്റനെ ദൈവം അബ്രഹാമിന് കാണിച്ചു കൊടുക്കുന്നില്ല. യാഗപീഠം പണിതപ്പോഴും വിറകടുക്കിയപ്പോഴും മകൻ്റെ കൈകാലുകൾ കെട്ടിയപ്പോഴും ആ ബാലകനെ എടുത്ത യാഗപീഠത്തിൻ്റെ മുകളിൽ വിറകിൻ്റെ മേളിൽ കിടത്തിയപ്പോഴും ഒന്നും ദൈവത്തിൻ്റെ ശബ്ദമോ ദൈവത്തിൻ്റെ കരുതലുകളോ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നില്ല. എന്നാൽ അബ്രഹാം തൻ്റെ കൈ നീട്ടി മകനെ അറുക്കേണ്ടതിന് കത്തി എടുത്തപ്പോൾ കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ ദൈവം തമ്പുരാൻ കയറിയിട്ട് പറയുന്നു, ബാലന്റെ മേളിൽ കൈവെക്കരുത്, അവനെ കൊല്ലരുത്. ആ കൃത്യസമയം, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈം നമ്മളവിടെ കാണുകയാണ് പ്രിയമുള്ളവരെ. ആ കൃത്യമായ സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ഇന്ന് തന്നെ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ വളരെ ടെൻസ്ഡ് ആണ്, നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആണ്, നിങ്ങളുടെ ചില വിഷയങ്ങൾ നിങ്ങളിങ്ങനെ ആകുലപ്പെടുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം, നിങ്ങളുടെ തലമുറകളെ ഓർത്ത്, നിങ്ങളുടെ ജോലി വിഷയമോർത്ത്, നിങ്ങളുടെ ഭവനത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കപ്പെടാത്തത് ഓർത്ത്, നിങ്ങളുടെ ആത്മീക ശുശ്രൂഷയും നിങ്ങളുടെ സഭയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വിവിധ വിഷയങ്ങളും ഓർത്ത് എല്ലാം ഇങ്ങനെ ഒരു ഡിലേ ആയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലാണ്. ദൈവത്തിൻ്റെ കൃത്യസമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം. അതേ, ഞാൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അതേ, അവളോട് കരുണ കാണിക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു. നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മീതെ എറിയുക, ഏറെ നാൾ കഴിഞ്ഞാലും അതിരട്ടിയായി മടങ്ങി വരാതിരിക്കുകയില്ല. അവിടെ ആ വാക്യം ഇങ്ങനെയാ ഹബക്കൂക്ക് പറയുന്നത്, സമയം തെറ്റുകയില്ല. നിശ്ചയം നമുക്ക് സമയം തെറ്റിയെന്ന് തോന്നിയാലും സമയം കഴിഞ്ഞെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ ആ സമയം തെറ്റിയിട്ടില്ല. നിശ്ചയമായിട്ടും നിങ്ങൾ ആ പ്രത്യാശയുള്ളവരായിരിക്കുക. നിങ്ങൾ ആ വചനത്തിൽ, ആ വാഗ്ദത്തത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ ദൈവത്തിൻ്റെ കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആട്ടുകൊറ്റനെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നതിനെ നിങ്ങൾക്കായി ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ സമയം കൃത്യസമയമാണ്.